ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തിരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ കൂറുകാരുടെ, ഈ ലഗ്നക്കാരുടെ ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു സുഖസ്ഥാനത്താണ്, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ ജനുവരി 14 10 നിന്നും 11 മാറുന്നു. ചൊവ്വ ജനുവരി 16 10 നിന്നും 11 മാറുന്നു. ബുധൻ ജനുവരി 17 10 നിന്നും 11 മാറുന്നു. ശുക്രൻ ജനുവരി 13 10 നിന്നും 11 മാറുന്നു. ശനി ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നു. രാഹു 12 കേതു 6 സ്ഥിതി തുടരുന്നു. അതായത് ജനുവരി മാസത്തിൽ 4 ഗ്രഹങ്ങൾ, ശുക്രൻ, സൂര്യൻ, കുജൻ, ബുധൻ, ഈ 4 ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനങ്ങളിലാണ്. അതായത് പ്രത്യേകിച്ച് 11 രാശി മാറുന്നു എന്നുള്ള, നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് രാശി മാറുന്നു എന്നുള്ളതാണ് ജനുവരി മാസത്തെ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് മീനക്കൂറുകാരുടെ, മീനലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാകും എന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരുവാണ്. ഗുരു ഇപ്പോൾ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശിയിലാണെങ്കിൽ ശനിയുണ്ട്. ശനിയാണെങ്കിൽ 12ാം ഭാവാധിപനും കൂടിയാണ്. ആദ്യ പകുതി 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ഇവരൊക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യാണ്. സൂര്യനും ചൊവ്വയൊക്കെ സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പോൾ ശാരീരികമായിട്ട് ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ ആണെങ്കിലും മാനസികമായിട്ട് അല്പം പിരിമുറുക്കം കൂടുന്ന സമയം എന്ന് പറയാം. ഇപ്പം ജന്മരാശിയിൽ നിൽക്കുന്ന ശനിയെ പ്രത്യേകിച്ച് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഗ്രസീവ് എനർജി അവിടെ ഫോം ചെയ്യും. അപ്പോൾ പ്രകോപനപരമായിട്ട് ഒക്കെ ചിലപ്പോൾ പ്രതികരിക്കും. അതുപോലെ ചിലർക്ക് ഹെഡേക്ക് പോലെയുള്ള ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായെന്ന് വരാം. അത് ചിലപ്പോൾ ഒരു സുഖക്കുറവ് ഉണ്ടാക്കിയിരിക്കും. ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന സമയമാണ്. അതേസമയം ശനിയുടെ ദൃഷ്ടിയൊക്കെ 7 എന്നുള്ളത് കൊണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് ചെറിയ ഇഷ്യൂസ് ചിലർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവസാനത്തെ പകുതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസമുണ്ടാകും. എങ്കിലും ജന്മശനി സമയമാണ്. ജന്മരാശിയിൽ 12ാം ഭാവാധിപനായിട്ടുള്ള ശനി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാരണവും ഇല്ലെങ്കിൽ തന്നെയും പലതും ചിന്തിച്ച് മാനസികമായിട്ട് ഒരു സമാധാനക്കുറവ് ചിലപ്പോൾ ഇവർക്കുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ഉത്കണ്ഠ, ഭയം ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ആ ഗുരു 4 നിൽക്കുകയാണ്, വക്രത്തിൽ സഞ്ചരിക്കുകയാണ്, 10 ദൃഷ്ടി ചെയ്യുകയാണ്. 10 സൂര്യനുണ്ട്, 10 ചൊവ്വയുണ്ട്, 10 ബുധനുണ്ട്, 10 ശുക്രനുണ്ട്, 10 ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അത് തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്ത, തൊഴിലിൽ ഉയർച്ചയ്ക്കുള്ള ചിന്ത, അതിനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ആക്കം കൂട്ടും. ഇപ്പോൾ തൊഴിലിൽ പൊതുവെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലിടത്തൊക്കെ എന്ത് ചലഞ്ചസ് വന്നാൽ തന്നെയും അത് അതിജീവിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. ആദ്യ പകുതി ശനി 10 നിൽക്കുന്ന സൂര്യനെയും കുജനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുജനാണെങ്കിൽ ശനിയെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൊഴിലിടത്ത് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലിടത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കഴിവതും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. എങ്കിലും ഗുരുദൃഷ്ടിയൊക്കെ ആ 10 ഉള്ളത് കൊണ്ട്
എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അവയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം, പ്രത്യേകിച്ച് സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ഈ 4 ഗ്രഹങ്ങളും 11ലേക്ക് വരുന്നു. അത് തൊഴിൽപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഹ്രസ്വകാല ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. നേട്ടത്തിൻ്റെ സ്ഥാനത്ത് കർമ്മനേട്ടം ഉണ്ടാകും. തൊഴിലിലൊക്കെ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ശമ്പള വർധനവിനോ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിച്ചവർക്കും പൊതുവെ അനുകൂല സമയമാണ്. സർക്കാർ തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ അപ്പിയർ ചെയ്യുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ഹാർഡ് വർക്കിൻ്റെ ഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലാണ്. അത് 12ലൊക്കെ 4ൽ നിന്നുകൊണ്ട് 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജനുവരി മാസം മുഴുവനും. ഇപ്പം 12ലൊക്കെ കർമ്മഭാവാധിപൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. അങ്ങോട്ട് പോകണോ പോകണ്ടയോ എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയൊക്കെ വരാം. 12ലൊക്കെ രാഹുവൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്തകളും ചിലപ്പോൾ ഈ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം കർമ്മഭാവാധിപൻ 12 ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് വിദേശത്ത് തൊഴിലന്വേഷകർക്ക് അനുകൂല സമയം എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 10, 11 രാശികളിൽ സഞ്ചരിക്കുകയാണ്. ബുധൻ 7ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 7ാം ഭാവാധിപനും ബിസിനസ് കാരകനുമായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്തും നേട്ടത്തിൻ്റെ സ്ഥാനത്തും സഞ്ചരിക്കുന്നു. 7ലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. ആദ്യ പകുതിയേക്കാൾ ഗുണാനുഭവം അവസാനത്തെ പകുതിയായിരിക്കും ബിസിനസ്സുകാർക്കുണ്ടാകുന്നത്. ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ചിലപ്പോൾ അവസാനത്തെ പകുതിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ശനി ദൃഷ്ടിയൊക്കെ 7ലുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷനൊക്കെ നിറവേറ്റുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അതിൽ വീഴ്ച വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ 4ാം ഭാവാധിപനാണ്. 10ഉം 11ഉം രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ 4ഉം 5ഉം രാശികളിൽ ആ ബുധൻ്റെ ദൃഷ്ടിയും വരുന്ന മാസമാണ് ജനുവരി മാസം. രവി, കുജൻ, ശുക്രനൊക്കെ 4ഉം 5ഉം രാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 4ൽ ഗുരു വക്രസ്ഥിതിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയാധിപൻ 4 നിൽക്കുന്നു, വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പഠനം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, അതിനുള്ള പരിശ്രമങ്ങൾ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും. അതേസമയം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ അവ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകാം. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവസാനത്തെ പകുതിയൊക്കെ 11ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ തലത്തിൽ പഠിക്കുന്നവർ, മാനേജ്മെൻറ്റ് തലത്തിൽ പഠിക്കുന്നവർ, അവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ പഠിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 11ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ട്. 2ഉം 11ഉം ഭാവാധിപൻ, 2ഉം 9ഉം ഭാവാധിപൻ 11ൽ വരികയാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്ത്. അതുപോലെ 2ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയും വരുന്നുണ്ട്. 11ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. അതേസമയം മാസത്തിൻ്റെ അവസാനത്തെ പകുതി രവി, കുജൻ, ബുധൻ, ശുക്രനൊക്കെ 11ലാണ് വരുന്നത്. അത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് അവസാനത്തെ പകുതി കാണുക. അത് വരുമാനമൊക്കെ കൂടുന്നതിനും പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഇവരുടെ ഭാഗത്തുണ്ടാകാം. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചരാശിയിൽ നിന്ന് 2ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ധനഭാഗ്യത്തിനും സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം ഭാഗ്യഭാവാധിപൻ ഉച്ചസ്ഥിതിയിൽ വരികയാണ് 11-ൽ. അപ്പം ധനഭാഗ്യത്തിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുക. അതേസമയം 12-ൽ രാഹുവുണ്ട്. 12-ാം ഭാവാധിപനായിട്ടുള്ള ശനിയും കൂടിയാണ് ജന്മരാശി നിൽക്കുന്നത്. ശനി 11-ാം ഭാവാധിപനുമാണ്, നേട്ടം തരുന്ന ഗ്രഹവുമാണ്. 12-ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് ചെലവ് തരുന്ന ഗ്രഹവുമാണ്. ആ ശനി ജന്മരാശി നിൽക്കുകയാണ്. അപ്പോൾ 12-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളും ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും അവിടെ വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിവത് 12-ൽ രാഹു ഉള്ളപ്പോൾ കഴിവത് അനാവശ്യ ചിലവ് നമ്മൾ കുറയ്ക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളിൽ ശ്രദ്ധ കൊടുക്കുക. അതിനൊക്കെ നമ്മൾ അങ്ങനെ ധനവിനിയോഗത്തിൽ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10, 11 രാശികളിലാണെങ്കിലും 7-ൽ ശനിയുടെ ദൃഷ്ടിയുള്ള സമയമാണ്. അതുകൊണ്ട് അല്പം ശ്രദ്ധ വേണം. ഇപ്പം നമുക്ക് ചിലപ്പോൾ 7-ാം ഭാവാധിപൻ 11-ലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കൾ മുഖേന, സൗഹൃദങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് വിവാഹ ആലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രണയചിന്തകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഒരു കെയർ വേണം. കാരണം 7-ൽ ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ്. അതുപോലെ കമിതാക്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭിന്നത, ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിക്ക് പൊതുവെ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതുവഴി സാമ്പത്തിക നേട്ടത്തിന് ഈ കൂറുകാർക്ക് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ സഹായം ഈ കൂറുകാരുടെ തൊഴിലിടത്തുണ്ടാകാനും സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം ദാമ്പത്യ ബന്ധത്തിൽ നമ്മളല്പം കെയർ വേണം. സാമ്പത്തികമായും മറ്റു നേട്ടങ്ങളൊക്കെ ജീവിത പങ്കാളി വഴി ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളിയുടെ, കാരണം 7-ലൊക്കെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ നിയന്ത്രണം ഈ സമയത്ത് കൂടും. അവരുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് ഈ കുറുകാർ കഴിയേണ്ടതായിട്ട് വരും. അങ്ങനെ അവരുടെ നിയന്ത്രണത്തിന് വിധേയമാകാതെ വന്നാൽ അത് ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അത് ദാമ്പത്യ ബന്ധത്തിൽ സുഖക്കുറവ് ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അവസാനത്തെ പകുതി ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ശുക്രനും ഒക്കെ 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു. അവിടെ ശുക്രനും രവിയുമായിട്ടൊരു ബന്ധമുണ്ട്. അതുപോലെ രവിയും കുജനുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കുജൻ ജന്മരാശിയിലേക്ക് ജന്മരാശി നിൽക്കുന്ന ശനിയൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആദ്യ പകുതി. അവസാനത്തെ പകുതി ആ വാക്സ്ഥാനത്തും ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ സംസാരത്തിൽ വളരെ കെയർ വേണം, സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം, പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി കുടുംബജീവിതത്തിലോട്ടൊക്കെ വരുമ്പോൾ ആദ്യ പകുതി 4-ാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ, ആ ബുധൻ 4-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അത് ഗുണകരമാണ്. എങ്കിലും 4-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, 4-ൽ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. 4 നിൽക്കുന്ന ഗുരുവാണെങ്കിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടുംബ കാര്യങ്ങളിലൊക്കെ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടും. അതൊക്കെ കുടുംബ സുഖം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിസ്ഥിതികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് വരാം. എങ്കിലും 4-ൽ ചൊവ്വയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ, പ്രത്യേകിച്ച് സൂര്യൻ 6-ാം ഭാവാധിപനും കൂടിയാണ്, അത് കുടുംബത്തിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കുടുംബാംഗങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ജന്മരാശിയിൽ ശനിയുണ്ട്. അവിടെ ആ ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുകയാണ് ആദ്യ പകുതി. പ്രത്യേകിച്ച് ശനിയും ചൊവ്വയൊക്കെ ശത്രുഗ്രഹങ്ങളും കൂടെയാണ്. ഇപ്പോൾ ജന്മരാശിയിലെ ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നതും അവസാനത്തെ പകുതിയൊക്കെ ആ ചൊവ്വ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും ചിലപ്പോൾ നമുക്ക്
പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് അത് പ്രേരിപ്പിക്കും. അപ്പോൾ അവിടെ നമ്മൾ വളരെ കെയർ വേണം. പ്രത്യേകിച്ച് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കുക. കൂടുതൽ സംയമനമൊക്കെ ഈ സമയത്ത് ആവശ്യമാണ്. അങ്ങനെ സംസാരത്തിൽ ശ്രദ്ധിക്കുകയും സംയമനമൊക്കെ വച്ചു പുലർത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഈഗോ ഇഷ്യൂസൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഈ സംസാരത്തിൽ കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുക വഴിയാണ്. അതേസമയം കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ വീട്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ജനുവരി 7, 8, 11, 12, 13, 21, 22 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസമല്ല മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ജനുവരി മാസത്തിലെ പ്ലാനറ്ററി പൊസിഷൻ വച്ചുള്ള ഒരു പൊതുഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണാൻ. ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരാം, ചിലപ്പോൾ ഗുണാനുഭവം കൂടാം, ദോഷാനുഭവവും കൂടാം. ഇതൊക്കെ നമ്മൾ ഈ കുറുകാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഛിദ്രം ഇതിനനുസരിച്ച് അവയിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഈ കുറുകാരുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമാണോ ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുഫലത്തെ കാര്യമായിട്ട് സ്വാധീനിക്കും. ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഗുണാനുഭവം കൂടും, അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഗുണാനുഭവം കുറയും. അതുപോലെ ഞാനിവിടെ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പം മീനക്കൂറിൽ കുറച്ച് പേർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഏത് ലഗ്നരാശിയും വരാം. 12 രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നരാശി വരാം. അപ്പം മീനലഗ്നക്കാരല്ലാത്ത മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി എവിടെയാണ്, അത് കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ, ഇതൊരു പ്രധാന ഘടകമാണ്. അതിനനുസരിച്ചുള്ള ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ദേശാപകാരം ഇവയൊക്കെ തന്നെ ഇവരുടെ ഈ ഫലത്തെ സ്വാധീനിക്കാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ജാതകത്തിലെ ദേശാപകാരം ഇത് വളരെ പ്രധാനമാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഗോചരം ചെറിയ തോതിൽ മാത്രമേ സ്വാധീനിക്കുള്ളൂ. അതുകൊണ്ട് പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഇപ്പം നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നതെന്ന് നോക്കുക. അപ്പോൾ പൊതുവേ നമ്മൾ വ്യക്തമായിട്ടൊരു ജനുവരി മാസത്തെ ഫലം കിട്ടണമെങ്കിൽ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി എവിടെയാണെന്നും കൂടെ അറിയണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത ലഗ്നത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.